കീപ്പ് ചെയ്യേണ്ട കുറേ സാധനങ്ങളാണ്. സൗത്ത് വെസ്റ്റിൽ നമ്മുടെ ഈ വാസ്തുശാസ്ത്ര പ്രകാരം 3 കോയിൻ പട്ടുകൊണ്ട് കെട്ടി മണി വയ്ക്കുന്ന ആ ബോക്സിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിചാരിത ധനനേട്ടങ്ങളൊക്കെ ഉണ്ടാകും. നമ്മൾക്ക് ഉണ്ടാകുന്ന ശമ്പളങ്ങളിലും വർധനവുണ്ടാകും. മറ്റ് സ്വർണം, ഈ പെട്ടി നിറച്ച് സ്വർണ്ണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അതെല്ലാം പോയി എല്ലാവരും ബാങ്കിൽ കൊണ്ട് ഇടുന്ന സംഭവമാണ്. പക്ഷെ ഇതെല്ലാത്തിൻ്റെയും വർധനവ് വരുന്നത് ഈ വെള്ളത്തിൻ്റെ ഒഴുക്ക് അല്ലെങ്കിൽ ആ ഒരു ചലനം. രാജേന്ദ്ര ബാബു സർ, ഈ വീടിൻ്റെ ഉള്ളിൽ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ, അതായത് സ്നേക്ക് പ്ലാന്റ്, ഡ്രീം ക്യാച്ചർ, ചൈനീസ് മണി, അങ്ങനെയൊക്കെയുള്ള ചില കുട്ടി കുട്ടി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് എത്രത്തോളം ഒരു വീട്ടിലേക്ക് പോസിറ്റീവ് എനർജി കൊണ്ടുവരും? പോസിറ്റീവ് എനർജി ഇപ്പം നമ്മുടെ വീട്ടിലെ അക്വേറിയം, സാധാരണ എല്ലാ വീടുകളിലും ചെന്ന് കഴിഞ്ഞാൽ വീട്ടിൽ അക്വേറിയം ഉണ്ടാവും. അക്വേറിയം സൗത്ത് സൈഡിൽ ചില വീടുകളിൽ യൂസ് ചെയ്യുന്ന കീപ്പ് ചെയ്യുന്ന കാണാം. അത് ആ വീട്ടിൽ നെഗറ്റിവിറ്റി ഉണ്ടാക്കും. കാരണം വാട്ടറുമായിട്ട് ബന്ധപ്പെട്ട, വാട്ടർ എലമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് അക്വേറിയം. ഇത് നോർത്ത് സൈഡിൽ വെച്ച് കഴിഞ്ഞാൽ നോർത്തിൻ്റെ എനർജി കൂട്ടുക എന്നാണ് അതിൻ്റെ ഇത്. നോർത്തിൻ്റെ എനർജി കൂട്ടുക. അപ്പോൾ ഈ അക്വേറിയം വച്ച് കഴിയുമ്പോൾ വടക്ക് ഭാഗത്തു നിന്ന് വരുന്ന എനർജി കൂടുമ്പോൾ വീട്ടിൽ സ്വാഭാവികമായിട്ട് ധനവരവുണ്ടാവും. വടക്ക് ഭാഗം ധനത്തെ സൂചിപ്പിക്കുന്ന ഒരു സ്ഥലമാണ്. ഈ ധനത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ധനത്തിനെ കൂട്ടിയെടുക്കുക എന്നുള്ള ഈ കാര്യം വെച്ചിട്ട് തന്നെയാണ് അക്വേറിയം അല്ലെങ്കിൽ മറ്റു മണി, വിൻഡ് ഇതെല്ലാം യൂസ് ചെയ്യുന്നത്. ഇതെല്ലാം വടക്ക് ഭാഗത്ത് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. നല്ല എനർജി വരുമ്പോൾ അല്ലെങ്കിൽ നല്ല കാറ്റടിക്കുമ്പോൾ നമ്മുടെ വീട്ടിലെ മണി അടിക്കും. പോസിറ്റീവ് എനർജിയാണത്. നമുക്കറിയാൻ പറ്റും നമ്മുടെ എന്തോ നല്ലത് വരാൻ പോകുന്നുണ്ട്. അപ്പോൾ അതറിയുന്ന ആ ഒരു സിമ്പലാണ് വടക്ക് ഭാഗത്തോ അല്ലെങ്കിൽ വടക്ക് കിഴക്കോ വടക്ക് പടിഞ്ഞാറോ ആയിട്ട് ഈ മണി, വിൻഡ്, ആ മണി കാറ്റ് വരുമ്പോൾ അടിക്കുമല്ലോ, ഈ മണി തൂക്കി, ചൈനീസ് മണിയാണത്. ആ മണി തൂക്കിയിടുമ്പോൾ നമുക്ക് പോസിറ്റീവ് എനർജി വീട്ടിലോട്ട് വരുന്നുണ്ടോ എന്നറിയാൻ പറ്റും. നോർത്ത് സൈഡിലാണ് ഇത് കൂടുതൽ അറിയേണ്ടത്. അതിനാണ് നോർത്ത് ഭാഗങ്ങളിൽ അല്ലെങ്കിൽ നോർത്ത് വെസ്റ്റിൽ തൂക്കിയിടാൻ പറയുന്നത്. ഇത് തന്നെ പ്ലാന്റുകളെല്ലാം നോർത്ത് ഈസ്റ്റ് ആ സൈഡിലോട്ട് കയറ്റി വെച്ച് കഴിയുമ്പോൾ ഭൂമിയുടെ റൊട്ടേഷൻ വടക്ക് കിഴക്ക് ഭാഗത്തേക്കാണ്. ഭൂമി ഇങ്ങനെ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ വരുന്ന എനർജി വടക്കുന്നും കിഴക്കുന്നും വരുന്ന ജീവോർജവും പ്രാണോർജവും എല്ലാം നമ്മുടെ വീട്ടിലോട്ട് യഥാവിധി കയറി വരുന്നുണ്ടോ, ഇത് നമുക്കെല്ലാവർക്കും യൂസ്ഫുള്ളായിട്ട് ഈ വീടിനുള്ളിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പോസിറ്റീവ് അന്തരീക്ഷമാണോ എന്നറിയാൻ ഏറ്റവും എളുപ്പമാർഗമാണ് ഇതുപോലുള്ള 3 സാധനങ്ങൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ ഇപ്പോഴുള്ള ഒരു പുതിയ ട്രെൻഡാണ് ഡ്രീം ക്യാച്ചർ. അതും ഇതുപോലെ തന്നെയാണ്. എനർജി ലെവൽ അറിയുക എന്നുള്ളതാണ് അതിന്റെ ഇത്. നമ്മുടെ സ്വപ്നങ്ങൾ കണ്ടുപിടിക്കും. അല്ല, അങ്ങനെയാണ് കേട്ടിട്ടുള്ളത്. യഥാർത്ഥത്തിലുള്ള കാര്യം എന്താണെന്ന് അറിയില്ല. ഒത്തിരി കാര്യങ്ങളായിരുന്നു നമ്മുടെ പേഴ്സിനകത്തും അലമാരിയുടെ അകത്തും ഒക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്യാഷ്, അതൊക്കെ സൗത്തിൽ കീപ്പ് ചെയ്യേണ്ട കുറേ സാധനങ്ങളാണ്. സൗത്ത് വെസ്റ്റിൽ നമ്മുടെ ഈ വാസ്തുശാസ്ത്ര പ്രകാരം 3 കോയിൻ പട്ടുകൊണ്ട് കെട്ടി മണി വയ്ക്കുന്ന ആ ബോക്സിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിചാരിത ധനനേട്ടങ്ങളൊക്കെ ഉണ്ടാകും. നമ്മൾക്ക് ഉണ്ടാകുന്ന ശമ്പളങ്ങളിലും വർധനവുണ്ടാകും. മറ്റുള്ള ബിസിനസ് ആണെങ്കിൽ ലാഭങ്ങൾ കൂടിക്കൊണ്ടിരിക്കും. ഇത് സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്നതാണ്. ഇത് നമ്മളെക്കാൾ കൂടുതൽ പ്രൂവ് ചെയ്ത കുറേ വടക്കേ ഇന്ത്യ ആൾക്കാരൊക്കെ ഉണ്ട്. നമ്മുടെ അവിടെയൊക്കെ വളരെ കുറവാണ്. ഇപ്പോഴാണ് ഇതെല്ലാം വന്നു തുടങ്ങിയത്. ഇതെല്ലാം നോർത്ത് ഈസ്റ്റ് സൈഡിന്റെ ബേസ് തന്നെയാണ് നമ്മൾ നോക്കുന്നത്. നോർത്ത് ഈസ്റ്റിലാണ് നമ്മുടെ എനർജി ഏറ്റവും കൂടുതൽ ഉള്ളിലേക്ക് കയറി വരേണ്ടത്. ഇവിടെയാണ് ഇതെല്ലാം യൂസ് ചെയ്യേണ്ടത്. ഇവിടെയാണ് നമ്മുടെ അകത്തെ എനർജി പോസിറ്റീവ് ആക്കാൻ വേണ്ടി വരുന്ന പവർ കയറി വരുന്ന സ്ഥലം. അപ്പം അവിടെ ഒരു വെള്ളത്തിൻ്റെ ഒഴുക്ക്, ഇപ്പം ഈ നമ്മുടെ ബൗളിൽ അല്ലെങ്കിൽ സ്ക്വയർ ആയിട്ടുള്ള ടാങ്കിനകത്ത് വെള്ളം വച്ചിട്ട് മീനിനെ ഇട്ട് കഴിഞ്ഞാൽ മീൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുമ്പം വെള്ളത്തിൻ്റെ ഒഴുക്കുണ്ടാവും. ഈ വെള്ളത്തിൻ്റെ ഒഴുക്ക് ധനത്തിൻ്റെ ഒഴുക്കിനെ പ്രതിനിധീകരിക്കുന്നു. ആ ധനം അല്ലെങ്കിൽ വീട്ടിലേക്ക് നല്ലത് വരുന്നു. ഇപ്പം ധനം മാത്രം, ഇന്നിപ്പോൾ ധനം മാത്രം നമ്മൾ ഉപയോഗിച്ചുകൊണ്ട്, പണ്ട് കാലങ്ങളിൽ നെല്ലും അരിയും ധാന്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മറ്റ് സ്വർണം,
ഈ പെട്ടി നിറച്ച് സ്വർണ്ണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അതെല്ലാം പോയി എല്ലാവരും ബാങ്കിൽ കൊണ്ട് ഇടുന്ന ഒരു സംഭവമാണ്. പക്ഷെ ഇതെല്ലാത്തിൻ്റെയും വർധനവ് വരുന്നത് ഈ വെള്ളത്തിൻ്റെ ഒഴുക്ക് അല്ലെങ്കിൽ ആ ഒരു ചലനം മനസ്സിലാക്കി നമുക്കത് പറയാൻ പറ്റും. ഇത് തന്നെ ചെടികൾ ചെയ്യുന്നത്. വടക്ക് ഭാഗത്തും കിഴക്ക് ഭാഗത്തും വയ്ക്കുന്ന ചെടികളിലൂടെ നമുക്ക് വേണ്ട ആവശ്യത്തിനുള്ള പോസിറ്റീവ് എനർജി, അതായത് നല്ല ചെടികൾ വെച്ചു കൊടുക്കുമ്പോൾ ഇത് വരുന്നുണ്ട്. ഈ വിൻഡ് മണിയിൽ നമുക്കത് അറിയാൻ പറ്റും. ഈ കാറ്റിന്റെ ഗതി നമുക്ക് അകത്തേക്ക് കിട്ടുന്നുണ്ട്. ഈ കാറ്റിന്റെ ഗതി അകത്തേക്ക് വരുമ്പോൾ മനസ്സിലാക്കിയാൽ മതി നമുക്ക് എന്തോ നല്ലത് വരുന്നുണ്ടെന്ന്. അപ്പൊ ഇതുപോലെ സാറ് പറഞ്ഞു ഫിഷ് ടാങ്കുകൾ, അതായത് കുഞ്ഞു കുഞ്ഞു മീനുകൾ, ഗോൾഡ് ഫിഷ് പോലുള്ള മീനുകളെ ഇട്ട് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ലക്ക് ഫാക്ടറാണ്. അതെ. അപ്പോൾ അത് ചില നമ്പർ 5 മീനുകൾ 7 മീനുകൾ അങ്ങനെ 7, 9, 11, 18 ഇങ്ങനെ ഇടുന്ന ഒരു സംഭവമുണ്ട്. ഇത് നല്ല ഒരു ഇതാണ്. ഗോൾഡൻ ഫിഷ് ആണ് കൂടുതൽ എല്ലാവരും യൂസ് ചെയ്യുന്നത്. അതിന്റെ കൂടെ 2-3 സിൽവർ കളറിലുള്ള മീനുകൾ ഇടുന്നുണ്ട്. അതിന് ചില കണക്കുകളുണ്ട്. ഇന്ന മീനുകൾ ഇത്ര വെച്ചിട്ട് ഇട്ടിട്ട് അത് ഇതിന്റെ ഓട്ടം ഇത് നമ്മുടെ മനസ്സിലൊരു പോസിറ്റിവിറ്റി ഉണ്ടാകുന്നുണ്ട്. ഇത് തന്നെ നമുക്ക് വീട്ടിലേക്ക് കൂടുതൽ നമുക്ക് വരുമ്പോൾ തന്നെ പോസിറ്റീവ് ആയിട്ട് മാറും. ഇതാണ്. അതുപോലെ ചില കച്ചവട സ്ഥാപനങ്ങളിൽ കണ്ടിട്ടുണ്ട് ഈ ഒരു ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ചില്ല് ഗ്ലാസ്സിൽ നാരങ്ങ ഇട്ട് വെക്കുന്നത്. അവിടുത്തെ നെഗറ്റിവിറ്റി കളയാൻ വേണ്ടിയാണ്. നമുക്കിപ്പോൾ പല രീതിയിൽ നെഗറ്റിവിറ്റി ഉണ്ടാകാം. ശത്രുദോഷം, ബാധാദോഷം എന്നൊക്കെ ഇങ്ങനെ ജ്യോതിഷക്കാർ പറയുമെങ്കിലും ചില ആൾക്കാരുടെ ദൃഷ്ടി കൊണ്ട് ദോഷങ്ങളുണ്ടാവും, നാവ് കൊണ്ട് ദോഷങ്ങളുണ്ടാവും, ചിന്തകൾ കൊണ്ടുള്ള ജിഹ്വാദോഷം, ചിന്തദോഷം. ഞാനിങ്ങനെ നോക്കി വെച്ചൊന്ന് തുപ്പിയിട്ട് പോയാൽ ചിലപ്പം ഒരു കടയിൽ അങ്ങനെ എഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊന്നും ഏക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഗ്ലാസ്സിൽ നാരങ്ങ. ഈ നാരങ്ങയുടെ പവർ ഭയങ്കര. നമുക്ക് എന്തെങ്കിലുമൊക്കെ പുറത്തു പോയിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ നമുക്കൊരു നെഗറ്റിവിറ്റി, അതായത് എവിടെന്നെങ്കിലും നമുക്ക് എന്തോ നെഗറ്റീവ് നമ്മുടെ ശരീരത്തിൽ കയറി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ചൂടുവെള്ളത്തിൽ നാരങ്ങ നീരൊഴിച്ച് സ്വല്പം ഉപ്പും കൂടി ഇട്ട് കുളിച്ചു കഴിയുമ്പോൾ തന്നെ നമ്മുടെ ബോഡിയിലുള്ള നെഗറ്റീവ്സ് എല്ലാം പോവും. ഈ നാരങ്ങയുടെ പവർ അതാണ്. അതിനാണ് നാരങ്ങ ചില്ല് ഗ്ലാസ്സിൽ വെള്ളത്തിലിട്ടിട്ട് എല്ലാവരും കാണുന്ന സ്ഥലത്ത്, പുറത്തുനിന്നുള്ള ആൾക്കാർ, നമ്മൾ ഒളിച്ച് അടുക്കളയിലോ പൂജാമുറിയിലോ അല്ല വയ്ക്കേണ്ടത്, പബ്ലിക്കായിട്ട് ആൾക്കാർ കാണുന്ന സ്ഥലത്ത് ഇത് വയ്ക്കുമ്പോൾ ആ ഓഫീസിലേക്കോ അല്ലെങ്കിൽ ആ വീട്ടിലേക്കോ ഉണ്ടാകാവുന്ന നെഗറ്റിവിറ്റികൾ റിപ്പൽ ചെയ്ത് അകന്നകന്ന് പോകും. എന്നിട്ട് അവിടെ സൗഭാഗ്യം തരും. ഇത് തന്നെ കല്ലുപ്പ് തുറന്നു വയ്ക്കുമ്പോൾ ഉണ്ടാകുന്നുണ്ട്. കല്ലുപ്പ് ബൗളിൽ തുറന്നു ഇപ്പൊ പിങ്ക് സാൾട്ട് ആയാലും, പിങ്ക് സാൾട്ടിന്റെ റേറ്റ് കൂടുതലാണ്, എന്നാലും പിങ്ക് സാൾട്ട് ആണ് ഏറ്റവും കൂടുതൽ പവർഫുൾ. പിങ്ക് സാൾട്ടോ വെറും പ്ലെയിൻ ക്രിസ്റ്റൽ സാൾട്ട് ഈ നാരങ്ങയുടെ ഒപ്പം തന്നെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പല കടകളിലും അത് കാണാറുണ്ട്. ചില ടെക്സ്റ്റൈൽസിൽ കൂടുതലും കണ്ടിട്ടുള്ളത് നാരങ്ങ വെച്ചിരിക്കുന്നത്. നാരങ്ങ ഉണ്ടാവും, അതിനടുത്തൊരു ബൗൾ ഇരിപ്പുണ്ടാവും. നിങ്ങൾ ശ്രദ്ധിക്കാൻ ചെറിയൊരു ബൗളിൽ ക്രിസ്റ്റൽ സാൾട്ട് ഇട്ട് വെച്ചിട്ടുണ്ടാവും. അതുപോലെ ഇതേ ടെക്നിക് നമുക്ക് നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കാൻ പറ്റില്ല. വീടുകളിൽ യൂസ് ചെയ്യാം. നമ്മൾ ഇതിന് തന്നെയാണ് വൈകുന്നേരങ്ങളിൽ രാവിലെയും ധൂപങ്ങൾ, ചന്ദനത്തിരിയായാലും കുന്തിരിക്ക എല്ലാം കത്തിച്ച് നമ്മുടെ വീട്ടിലോട്ട് കയറി വരുന്ന ദുഷ്ടശക്തികളെ കളയുന്നു എന്നാണ്. നെഗറ്റിവിറ്റി ഒഴിവാക്കുക. ദുഷ്ടശക്തി ആരും ആയിക്കോട്ടെ, നമ്മൾക്കെല്ലാം പോസിറ്റീവ് ആയിരിക്കണം. നമുക്ക് നാളെ ദുഷ്ടശക്തി ഒരു പരിധി വരെ ഇതുപോലുള്ള ചിന്തകളൊക്കെ വരാം. ഒരാൾക്ക് ഒരാളെ കുറിച്ച് പറഞ്ഞാൽ എഫക്റ്റ് ചെയ്യുന്ന ഒരു സംഭവമുണ്ട്, ജിഹ്വാദോഷം. അത് പക്ഷെ ആരും അങ്ങനെ ശ്രദ്ധിക്കില്ല. കാണുമ്പോൾ എന്നെ അപ്രീഷിയേറ്റ്, കൊള്ളാം, ഹായ് കൊള്ളാം. ആ കൊള്ളാന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമുക്കത് വേറെ ഇതിലേക്ക് വരും. പക്ഷെ ചില ആൾക്കാർ ആസ് യൂഷ്വൽ ഇങ്ങനെ പറഞ്ഞു പോകുന്നേ ഉള്ളൂ. അതിനകത്ത് യാതൊരു കുഴപ്പമൊന്നുമില്ല. ഇതെല്ലാം ഏക്കാതിരിക്കാനാണ് ഞാൻ പറഞ്ഞ നാരങ്ങ നീരിൽ നമ്മൾ വാഷ് ചെയ്തിട്ട് ആഴ്ചയിൽ ഒരിക്കലും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ഉണ്ടായി വരുന്ന എല്ലാം മാറിക്കിട്ടും. നന്ദി സർ. ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ. അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. സമ്പൂർണ്ണ ജാതകം, സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം. 75 പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.